ആശുമാനെ ആദ്യേ എന്താണ് രണ്ടാളെ കയ്യിലൊരു പേനല്ലേ? ആ പേനക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലേ? ആ പേന ശരിക്കും ശ്രദ്ധിച്ചു നോക്കണേ. എഴുതിച്ചിട്ടുണ്ട്. എന്താണ് എഴുതിച്ചത്? ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ. എന്താണ് ഇത് മനസ്സിലായത്? ഭൂമിയെ സംരക്ഷിക്കാന് പിന്നെ നമ്മള് വേസ്റ്റുകളൊക്കെ കളയാതെ അത് പുനരുപയോഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? റീയൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ വന്നാൽ എന്താവുന്നറിയോ? നിങ്ങളെ പുറകിലേക്കൊന്ന് നോക്കാണേ. വിശാലമായി കിടക്കുന്ന പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടില്ല? അന്തരീക്ഷം കണ്ടില്ലേ? കേരളത്തിന് കേരളം എന്ന പേര് വീണിൽ നിർണായകമായ പങ്ക് വഹിച്ചതാണ് കേരളം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാനുള്ള എന്താണ്? തെങ്ങ്. തെങ്ങല്ലേ കാണുന്നത്? അപ്പൊ ഈ പ്രകൃതിക്ക് തന്നെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നില്ലേ? ഈ നിലനിൽക്കുന്നതിന് തടസ്സമാകുന്ന ഒരുപാട് പ്രവർത്തനം നമ്മുടെ മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മനസ്സിലായോ? പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ? പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ അതിൻ്റെ ടോപ്പ് മറ്റുള്ള ഐറ്റം നമ്മൾ തള്ളിക്കളയാണ്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരമായിട്ട് കുമിഞ്ഞു കൂടിയാൽ ഇപ്പോൾ നമ്മൾ പുറകിൽ കാണുന്ന ഈ പച്ച പിടിച്ച ഈ ഒരു അന്തരീക്ഷം വരും തലമുറക്ക് നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇല്ലേ? ഉണ്ടാവില്ലേ? ഒരു പാട്ട് കേട്ടില്ലേ നിങ്ങൾ? ആ പാട്ട് അറിയാം നിങ്ങൾക്ക്? അതായത് ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുണ്ടോ, അതല്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്ക് ഇവിടെ വസിക്കാൻ സാധ്യമാകാത്ത അവസ്ഥയിലേക്ക് നമ്മളെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതിയൊക്കെ തകർത്ത് കളയുന്നുണ്ട്. ഈ പ്രകൃതിയും ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ, ഈ പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്യൂർ ഓക്സിജൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവില്ലേ? അങ്ങനെ ഓക്സിജൻ കിട്ടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പല പല രോഗങ്ങളുണ്ടാവും, പല പല വിഷയങ്ങളുണ്ട്. നമുക്ക് മാത്രമല്ല ഇവിടുത്തെ ജന്തുജീവികൾക്കൊക്കെ. ഇല്ലേ? അങ്ങനല്ലേ? അപ്പം അതൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടത്താണിയിൽ, നമ്മുടെ നാട്ടിലല്ലേ, മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിൽ നാഷണൽ ഹൈവേ ഒരു വിവാദമൊക്കെ നടക്കുന്ന സ്ഥലത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കടയല്ലേ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് വലിയ സന്ദേശം സമൂഹത്തിന് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം? അദ്ദേഹത്തെ സമൂഹത്തിലേക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്തണ്ടേ? അത് നല്ലൊരു സന്ദേശമല്ലേ? അപ്പോൾ അയാളൊരു പേനയിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തി. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഗിഫ്റ്റായിട്ട് തന്നു. ഇതുപോലെ തൊട്ടടുത്ത സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ ഒരു വിത്തും കൂടി അദ്ദേഹം സമ്മാനമായിട്ട് കരുതിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് പ്രേക്ഷകരെ പിന്നീട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, റൈറ്റ്.